ശുദ്ധ റമദാൻ വരാൻ പോവുകയാണ്. നല്ല ഒരുക്കങ്ങൾ വേണം. ശാരീരികമായി ഒരുങ്ങണം, കുടുംബപരമായി ഒരുങ്ങണം, സാമ്പത്തികമായി ഒരുങ്ങണം, മാനസികമായി ഒരുങ്ങണം. എല്ലാ നിലക്കും ഒരുങ്ങുന്നതിനേക്കാളും വലിയ ഒരുക്കം റബ്ബിലേക്ക് കേരിച്ച് മടങ്ങലാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലലാണ്, തൗബ ചെയ്യലാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട്, മഹാനവറുകളെ, എനിക്ക് പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് തങ്ങളെ. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഇതേ ആവശ്യം പറഞ്ഞവരുണ്ട്. എനിക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. പാതിരാത്രി കിടന്നുറങ്ങുമ്പോ ഞാനിങ്ങനെ ചിന്തിക്കും, എനിക്ക് സുബഹിയുടെ മുമ്പ് ഒന്ന് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണം, ഒരുപാട് ഖുർആൻ ഒന്ന് പാരായണം ചെയ്യണം, റബ്ബിലേക്ക് എനിക്കൊന്ന് ഖേദിച്ച് മടങ്ങണോ. പക്ഷേ ഞാനങ്ങനെ വിചാരിച്ച് കിടക്കുമെന്നല്ലാതെ സമയമാകുമ്പോ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളെ, ഹസനുൽ ബസരി തങ്ങളെ, മഹാന്മാര് രണ്ടുപേരും കൊടുത്ത മറുപടിയാണ്. ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഓ പ്രിയപ്പെട്ട പെങ്ങളെ, ചെറുപ്പക്കാരാ, രണ്ടുപേരും കൊടുത്ത മറുപടിയാണ്. മോനെ, നീ ചെയ്യുന്ന ഹറാം നിന്നെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു. നിനക്ക് നന്മ ചെയ്യാൻ കഴിയാത്തത്, നിനക്ക് നന്മയിലേക്ക് ഉളരിപ്പോകാൻ കഴിയാത്തത്, നിനക്ക് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കാൻ കഴിയാത്തത് നീ ചെയ്ത ഹറാമുകളാണ്, വൃത്തികേടുകളാണ്, തോന്നിവാസങ്ങളാണ്. ഹറാം ഇങ്ങനെ ചെയ്യുന്തോറും, ഹറാം ഇങ്ങനെ വർദ്ധിക്കും തോറും നമുക്ക് നന്മ ചെയ്യാൻ കഴിയൂല, ഖുർആൻ ഓതാൻ മനസ്സുണ്ടാകൂല, സുന്നത്ത് നിസ്കരിക്കാനുള്ള മനസ്സുണ്ടാകൂല, തഹജ്ജുദ് നിസ്കരിക്കാനുള്ള മനസ്സുണ്ടാകൂല, ലദ്ദത്തോടെ നമുക്ക് നോമ്പ് നോക്കാൻ കഴിയൂല. അതുകൊണ്ട് കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു പോയി. റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങിയിട്ട് തൗബയങ്ങ് വർദ്ധിപ്പിച്ചിട്ട് ഇസ്തിഗ്ഫാർ ധാരാളമായി ചൊല്ലി റമദാനിനെ സ്വീകരിക്കണേ. കളവ് പറയാത്ത നോമ്പ് നോൽക്കണം, ഗീബത്ത് പറയാത്ത നോമ്പ്